പത്രത്തിൽ വന്ന പരസ്യവുമായി ബന്ധപ്പെട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്ത എന്നത് മതസൗഹാർദ്ദത്തിന് ഊന്നൽ നൽകുന്ന സംഘടനയാണെന്നും വിഭാഗീയത വളർത്താൻ ഒരിക്കലും സമസ്ത ശ്രമിച്ചിട്ടില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു തുറന്ന പുസ്തകമാണ് സമസ്തയുടെ ചരിത്രമെന്ന് എല്ലാവർക്കും അറിയാം. പത്രത്തിൽ ആര് പരസ്യം തന്നാലും സ്വീകരിക്കുമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ഒരു വളരെ തുറന്നൊരു പുസ്തകമാണ് സമസ്ത കേരള ജനകീയത്തിന്മയുടെ തുറന്നത്. രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന നയങ്ങൾ നിലപാട് സമസ്ത കേരള ജനത്തിലുള്ളത്. അപ്പം മതവാദം ഇവിടെ ഊട്ടി വെക്കാനാവുന്ന മാർഗങ്ങളുണ്ടോ അതൊക്കെ സ്വീകരിക്കാതെ അതിൻ്റെ ഒരു ഭാഗമാണ് എന്നെ കാണുക എന്ന് പറഞ്ഞത്. സാധിക്കാതെ അതൊക്കെ പറഞ്ഞു. ബിജെപിയിൽ നിന്ന് വന്ന ആളെന്ന രീതിയിലാണ് സന്ദീപിനെ വിമർശിക്കുന്നത്. താങ്കൾ ബിജെപിയിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ നിലപാട് മാറ്റി വരികയാണ്. അല്ല, അങ്ങനെയല്ല. അത് എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ഇന്ത്യ രാജ്യത്ത് അവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളിൽ ആർക്കും ആവാം. അപ്പോൾ സന്ദീപ് ആചാര്യ മൂപ്പര് അവർ അത് പിന്നെ ബിജെപിയാണ് ഈ ഇന്ത്യ രാജ്യത്തിന് ഗുണം മനസ്സിലാക്കി അതിലായിട്ടുണ്ടാവും. പിന്നെ മൂപ്പര് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ഇന്ന് മാറുന്ന ചിന്താഗതിയൊക്കെ അവരുടെ ചിന്താഗതിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അധികാരത്തെ സ്വീകരിച്ചു. അത് സ്വീകരിക്കേണ്ടതാണ്, അതിൻ്റെ ഒരു ഭാഗമാണ്. മൂപ്പര് പറഞ്ഞു ഇപ്പോൾ ബി ജെ പിയിലാവുമ്പോഴും കാണണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. ബി ജെ പിയിലുള്ള പല നേതാക്കന്മാരായിട്ട് മതേതരത്വത്തിലേക്കാണ് അദ്ദേഹം വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതങ്ങനെ തന്നെ മൂപ്പര് അങ്ങനെയുള്ള പറഞ്ഞത്. അതുകൊണ്ടാണ് താങ്കൾ പിന്തുണയ്ക്കുന്നത്. ഞാനിവിടെ ഈ ഇദ്ദേഹത്തിലുള്ള എല്ലാവരും ചെയ്യണം. എല്ലാവരോടും ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പിന് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യം അതൊന്നും ഇപ്പം ചോദിക്കണ്ട. അത് പത്രത്തിൽ വരുന്ന പരമ്പറ്റികൾക്ക് അറിഞ്ഞൂടെ. പത്രത്തിൽ ആര് പരസ്യം കൊടുത്താലും നമ്മളൊന്നും സ്വീകരിക്കില്ല. ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തെ കൂടിക്കാഴ്ചക്ക് വല്ല പ്രാധാന്യം അതൊക്കെ പിന്നെ നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ മൂപ്പര് അതിനു വേണ്ടി വന്നതല്ല. അതിന്റെ ഒരു പ്രാധാന്യം നിൽക്കുമ്പോൾ ഒന്ന് കഴിച്ചോളി. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അത് തന്നെയാണ് സന്ദീപും പറഞ്ഞത്. അങ്ങനെ എല്ലാവരും സ്നേഹത്തിന്റെ കട തുറക്കണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. അതങ്ങനെ തന്നെ. നിങ്ങളൊക്കെ അങ്ങനെ തന്നെ. ഞാൻ മാത്രമല്ലല്ലോ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന. നിങ്ങളുടെ സന്ദർശനം അങ്ങനെ ഒരു വിമർശന വിധേയമാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് പാലക്കാട് തന്നെ സന്ദർശിച്ചതൊക്കെ കഴിഞ്ഞ ദിവസം വിമർശനത്തിന് അത് നമ്മളോടല്ലേ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ആരും ഞാൻ പറഞ്ഞില്ല, എല്ലാവരും കാണണമെന്നല്ലേ പറഞ്ഞത്. നിങ്ങളോട് അവസാനിച്ചല്ലേ, സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. കൂടുതൽ പേര് ഇങ്ങനെ ബി ജെ പി വിട്ട് മതേതര കക്ഷിയിലേക്ക് വരണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, ഇവിടെ മതേതരത്വം നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആര് വരട്ടെ വരാതിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ പറയുന്നത് മൂപ്പർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കണം ഞാൻ പറയും. അങ്ങനെയുള്ള ന്യൂസ് കൊടുക്കല്ലേ, അത് വേണ്ട. ശരി, അപ്പൊ ഇതിന്റെ വലിയ എന്തെങ്കിലും വിമർശനം ഉണ്ടാവും? പലരും വന്ന് കാണുന്നത് വിമർശനം ഉണ്ടാകാൻ. വിമർശനം തന്നെ ജീവിതത്തിൽ ഒരു ഭാഗമാണല്ലോ. നമ്മളത് നേരിടാൻ നിൽക്കല്ലേ. സന്തോഷം.